എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിൽ അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സംസാരിച്ച് തീർത്തതാണ്. ഇനി ഈ അവസരത്തിൽ നമുക്കതിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ നമുക്കതെങ്ങനെ സൊല്യൂഷൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ ഇതാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമ്മൾ എന്താണെന്ന് പഠിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലോ ഓഫ് ഇനർഷ്യ. അതുമാത്രമല്ല, ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. നാച്ചുറൽ ടെൻഡൻസി ഓഫ് ഒബ്ജക്റ്റ് ടു റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ദെയർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതുപോലെ തന്നെ ഒന്നാം ചലന നിയമം. An object continues to be in a state of rest or uniform motion along a straight line unless acted upon by an unbalanced force. ഒന്നാം ചലന നിയമം നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു. അതിനെ നമ്മൾ ജഡത്വവുമായിട്ട് ലോ ഓഫ് ഇനർഷ്യയുമായിട്ട് ബന്ധപ്പെടുത്താം. ഇനർഷ്യ രണ്ട് തരത്തിലുണ്ട്. ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് മൂവിങ് ഇനർഷ്യ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കടന്നുപോയത് മൊമെൻറ്റം. വാട്ട് യു മീൻ ബൈ മൊമെൻറ്റം? P is equal to mass into velocity. After that, second law of motion. രണ്ടാമത്തെ ലോ ഓഫ് മോഷനിലൂടെ നമ്മൾ കണ്ടത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. M, that is F is equal to kma. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോയത് തേർഡ് ലോ ഓഫ് മോഷൻ, മൂന്നാം ചലന നിയമം. നമ്മുടെ പല കാര്യങ്ങളിലും ഡെയിലി ലൈഫിൽ ഈ നിയമങ്ങളെല്ലാം ഒരേപോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹത്തിൻ്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത് എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് എന്നുള്ളതും പരമപ്രധാനമായിട്ടുള്ള നിയമമാണ്. അവിടെയും നമ്മൾ കണ്ടു കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻസ് ദാറ്റ് വിൽ ബി ദ സെയിം, ദാറ്റ് ഈസ് കൺസർവ്ഡ് എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ലോ ഓഫ് കൺസർവേഷനും നമ്മൾ കണ്ടു. ഇനി നമ്മൾ അതിൽ ചില പ്രോബ്ലംസ് എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുക, നിങ്ങളുടെ സിലബസിനനുസരിച്ച് നമുക്കതൊന്ന് പരിശോധിക്കാം. യെസ്, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. ചോദ്യം ഒന്ന്, വിച്ച് വുഡ് റിക്വയർ എ ഗ്രേറ്റർ ഫോഴ്സ് ആക്സിലറേഷൻ എ 2 kg മാസ് at 5 meter per second square or 4 kg mass at 2 meter per second square. എന്താ അർത്ഥം? വിച്ച് വുഡ് റിക്വയർ എ ഗ്രേറ്റർ ഫോഴ്സ്. ഏതിനാണ് കൂടുതൽ ഫോഴ്സ് ആവശ്യം വരിക? 2 kg മാസ് ഉള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. 4 kg മാസ് ഉള്ള ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നു. ഇതിൽ ഏത് ബോഡിക്കാണ് കൂടുതൽ ഫോഴ്സ്, ഗ്രേറ്റർ ഫോഴ്സ് ആവശ്യമുള്ളത്? ഓക്കെ, വി ഹാവ് F is equal to ma. നമുക്കറിയാം F is equal to ma. So m1 is equal to 2 kg, a1 is equal to 5 meter per second square, m2 is equal to 4 kg and a2 is equal to 2 meter per second square. Thus F1 is equal to m1 a1 is equal to 2 into 5 is equal to 10 Newton. F2 is equal to m2 a2 is equal to 4 into 2 is equal to 8 Newton. That implies F1 is greater than F2. ഇവിടെ F1ലാണ് ഗ്രേറ്റർ ദാൻ F2. ആദ്യത്തെ കേസിലാണ് 2 kg മാസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേറ്റ് ചെയ്യുന്ന ബോഡിക്കാണ് കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ F1 ഈസ് ഗ്രേറ്റർ ദാൻ F2 എന്നർത്ഥം. അപ്പോൾ രണ്ടാം ലോസ് ഓഫ് മോഷനിലൂടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നർത്ഥം. Then number 2, a force of 5 Newton gives a mass m1 an acceleration of 10 meter per second square
and a mass m2, an acceleration of 20 meter per second square. What acceleration would it give if both the masses were tied together? നോക്കുക 5 ന്യൂട്ടൺ ഫോഴ്സ്, m1 മാസ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ. അതുപോലെ m2 മാസ് 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ. What acceleration would it give if both the masses were tied together? രണ്ട് മാസുകളും തമ്മിൽ കൂട്ടിച്ചേർത്താൽ എത്ര ആക്സിലറേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? ഓക്കെ, സോ വി ഹാവ് F is equal to ma. ക്ലിയർ ആണ്? F is equal to ma. M is equal to F by A. So m1 is equal to F1 by A1, m2 is equal to F2 by A2. Thus m1 is equal to 5 Newton by 10 meter per second square is equal to 0.50 kilogram, and m2 is equal to 5 Newton by 20 meter per second square is equal to 0.25 kg. Two masses are tied together. Total mass m is equal to 0.50 plus 0.25 is equal to 0.75 kg. Therefore, acceleration produced in the combined mass by the 5 Newton force would be A is equal to F by M. So 5 Newton by 0.75 kg is equal to 6.67 meter per second square. വളരെ ക്ലിയർ ആണ്. നമുക്ക് അതിന്റെ കമ്പൈൻഡ് ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അതിനെ ആ രണ്ട് മാസസിനെയും കമ്പൈൻ ടുഗദർ അതിനെ ചേർത്ത് വെച്ച് 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ എത്രയാണ് ആക്സിലറേഷൻ വേണ്ടി വരിക എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നർത്ഥം. Number 3, a truck starts from rest and rolls down a hill with a constant acceleration. It travels a distance of 400 meters in 20 seconds. Find its acceleration. Find the force acting on it if its mass is 7 tons. വളരെ ക്ലിയർ ആണ്. ട്രക്ക് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. റോൾസ് ഡൗൺ എ ഹിൽ വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. It travels a distance of 400 meters in 20 seconds. Find its acceleration and find the force acting on it if its mass is 7 tons. Yes, u is equal to 0 meter per second because it starts from rest. So s is equal to 400 meter, t is equal to 20 seconds. Then a is equal to question mark, f is equal to question mark. S is equal to ut plus half at square. 400 is equal to 0 into 20 plus half a into 20 square. A is equal to 400 into 2 by 20 square is equal to 400 into 2 by 400 is equal to 2 meter per second square. Already നമുക്കറിയാം m is equal to 7 tons ആണ്. So 7 into 1000 kg is equal to 7000 kg. So F is equal to ma. 7000 into 2 is equal to 14,000 Newton. Okay. Then next number 4. A stone of 1 kg is thrown with a velocity of 20 meter per second across the frozen surface of a lake and comes to rest after traveling a distance of 50 meter. What is the force of friction between the stone and the ice? Clear ആണ്? Stone 1 kg are thrown with a velocity 20 meter per second across the frozen surface of a lake, comes to rest after traveling a distance of 50 meters. What is the force of friction between the stone and the ice? Frictional force. So m is equal to 1 kg, u is equal to 20 meter per second, s is equal to 50 meter, v is equal to 0, f is equal to question mark, a is equal to question mark. So here the formula is v square minus u square is equal to 2as. So 0 square minus 20 square is equal to 2 into a into 50. That implies minus 400 is equal to 100a. Therefore a is equal to minus 400 by 100 minus 4 meter per second square. അതായത് അത് നേരെ ഒരു സ്ലോ ചെയ്ത് ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ട് സ്ലോ ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് വരിക. സോ എ is equal to negative 4. So F is equal to ma. 1 into minus 4 is equal to minus 4 Newton. അത്രയും ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാവുക എന്നർത്ഥം. So clear. Then number 5. A vehicle has a mass of 1500 kg. What must be the force between
the vehicle and the road if the vehicle is to be stopped with a negative acceleration of 1.7 meter per second square. Clear on here, a vehicle has a mass of 1500 kg. What must be the force between the vehicle and road if the vehicle is to be stopped with a negative acceleration of 1.7 meter per second square? Then answer, m is equal to 1500 kg, a is equal to negative 1.7 meter per second square, f is equal to question mark. So f is equal to ma, 1500 into minus 1.7 is equal to minus 2500 Newton. So വളരെ ക്ലിയർ ആണ്, നെഗറ്റീവ് ആണ് വരിക, നെഗറ്റീവ് 2500 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. Then number 6, an object of mass 100 kg is accelerated uniformly from a velocity of 5 meter second to 8 meter per second in 6 seconds. Calculate the initial and final momentum of the object. Also find the magnitude of the force exerted on the object. Clear ആണ്? ഒരു object of mass 100 kg accelerated uniformly from a velocity of 5 meter per second to 8 meter per second in 6 seconds. Calculate the initial and final momentum of the object. Also find the magnitude of the force exerted on the object. So m is equal to 100 kg, u is equal to 5 meter per second, v is equal to 8 meter per second, t is equal to 6 seconds. That's rho 1 or p1 is equal to question mark, rho 2 or p2 is equal to question mark, then f is equal to question mark. Then rho 1 is equal to mu, that is initial momentum, 100 into 5, 400 kg meter per second. And rho 2, that is final momentum, mv is equal to 100 into 8, 800 kg meter per second. So initial momentum and final momentum. The next f is equal to ma, 100 into u minus v by t, 100 into 8 minus 5 by 6 is equal to 100 into 3 by 6 is equal to 15 Newton. So very clear that final momentum and initial momentum. Then also we can find out the force, F is equal to ma. Yes, 7. Number 7. A bullet of mass 10 gram traveling horizontally with a velocity of 150 meter per second strikes a stationary wooden block and comes to rest in 0.03 second. Calculate the distance of the penetration of the bullet into the block. Also calculate the magnitude of the force exerted by the wooden block on the bullet. Oh, is it clear? A bullet of mass 10 gram traveling horizontally with a velocity of 150 meter per second strikes a stationary wooden block and comes to rest in 0.03 second. ഒരു സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന വുഡൻ ബ്ലോക്കിലേക്ക് ഒരു ബുള്ളറ്റ് 10 ഗ്രാമുള്ള ബുള്ളറ്റ് 150 മീറ്റർ പെർ സെക്കൻഡിൽ തുളച്ചു കയറുന്നു. അത് 0.03 സെക്കൻഡിൽ എത്തുമ്പോൾ അത് അവിടെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് പെനിട്രേഷൻ ഓഫ് ദി ബുള്ളറ്റ് ഇൻ ടു ദി ബ്ലോക്ക്. ആ പെനിട്രേറ്റ് ചെയ്തിട്ട് ഉള്ളിലെത്തുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം. ആൾസോ കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ബ്ലോക്ക് ഫോഴ്സ് എക്സെപ്റ്റ് ബൈ ദി വുഡൻ ബ്ലോക്ക് ഓൺ ദി ബുള്ളറ്റ്. ആ വുഡൻ ബ്ലോക്ക് തിരിച്ച് ആ ബുള്ളറ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് റീകോയിൽ എന്ന് പറയും. അത് എത്രയാണെന്ന് നമുക്ക് കാണണം. സോ ആൻസർ m is equal to 10 gram, that is 10 by 1000 is equal to 0.01 kilogram. U is equal to 150 meter per second, V is equal to 0 meter per second, T is equal to 0.03 second. So V is equal to U plus AT. 0 is equal to 150 plus A into 0.03. A is equal to minus 150 by 0.03 is equal to minus 5000 meter per second square. So acceleration is minus 5000 meter per second square. Then S is equal to question mark, F is equal to question mark. V square minus U square is equal to 2AS. അതിൽ നമുക്ക് അറിയാം V square minus U square is equal to 2AS. 0 square minus 150 square is equal to 2 into 5000 into S. So S is equal to 150 into 150 by 2 into 5000 is equal to 22,500 by 10,000 is equal to 2.25 meter. ആ പെനിട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഡിസ്റ്റൻസ് 2.25 മീറ്റർ ആണ്. സോ F is equal to ma. അപ്പോൾ ആ
വുഡൻ ബ്ലോക്ക് ആ ബുള്ളറ്റിലേക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സ് എത്രയാണ്, തിരിച്ചു കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? F is equal to ma. 10 by 1000 into 5000. 10 by 1000 into 5000 is equal to 50 Newton. അപ്പോൾ ക്ലിയർ ആയി റീകോയിൽ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കിട്ടിയത്. റിയാക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ലോയും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.